നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റതിൽ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ UDF നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. YS അഭിനന്ദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിനന്ദ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ നടക്കുന്ന UDF പ്രതിഷേധത്തിൻ്റെതാണല്ലോ. അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് അഭിനന്ദ്? IG ഓഫീസിലേക്കാണ് DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുന്നത്. ഇവിടെ തൊട്ടപ്പുറത്തെ പ്രതിഷേധ സംഗമം തുടരുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MK രാഘവൻ MP അടക്കമുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ IG ഓഫീസിലേക്ക് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വലിയൊരു സംഘർഷ സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ പോലീസിനെ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിലേക്ക് വലിയ പ്രതിഷേധം ഷാഫി പറമ്പിലിനെ ആക്രമിച്ച നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരും പോലീസുമായിട്ടുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. കൊടി ഇവിടെ വെക്കാൻ കഴിയില്ല എന്ന് പോലീസ് ആക്രോശിച്ചപ്പോൾ തങ്ങളുടെ MPയെ അതിക്രമിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്ട് അതിന്റെ പ്രതിഷേധത്തിന് തുടക്കം പോകുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് തങ്ങളെ പോലീസ് ഇത്തരത്തിലേക്ക് എതിർക്കാൻ ശ്രമിക്കുന്നത് ചൂണ്ടിക്കാട്ടി രാവിലെ വലിയ വാക്കുതർക്കത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ഈ നേതാക്കൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കോഴിക്കോട് MP MK രാഘവൻ അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. നേതാക്കൾ എത്തി അവരെ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ ഇപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇവിടെ തന്നെ കൂടുതൽ പോലീസിനെ ഇപ്പോൾ വിന്യസിക്കാൻ വേണ്ടിയിട്ട് IG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് കൂടി ഇപ്പോൾ ഇവിടേക്ക് പോലീസ് എത്തുന്നുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കോഴിക്കോട്ട് DCC സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുവാനായിട്ടുള്ള നടപടിയിലേക്ക് അടക്കുകയാണ്. തൊട്ടപ്പുറത്തും ഇത്തരത്തിലേക്ക് ചേരി തിരിഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി ഈ IG ഓഫീസിന് മുന്നിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കോഴിക്കോട് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും പോലീസിനെ വിന്യസിച്ചുകൊണ്ടുള്ള പ്രതിരോധമായിരുന്നു തീർത്തുകൊണ്ടിരുന്നത്. ഈ പോലീസ് നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനത്തിന്റെ സാഹചര്യത്തിലാണ് ഇനി പ്രതിഷേധ സംഗമം നടന്നുകൊണ്ടിരിക്കെ തന്നെ പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ബാരിക്കേഡ് തല്ലി തകർക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ലാത്തി ചാർജ് അടക്കം കടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ തന്നെ അവർ തീരുമാനിച്ചിരുന്നു സംഘർഷ സാഹചര്യം കൂടുതലാണെങ്കിൽ മാത്രം ഒരു ലാത്തി ചാർജിലേക്ക് പോയാൽ. അഭിനന്ദ്, ഇപ്പോൾ നമ്മൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പേരാമ്പ്രയിലാണ് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റതിൽ ഇപ്പോൾ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ UDFന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നത്. പോലീസ് IG ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു എന്നതാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെ രൂപപ്പെടുകയാണ്. പ്രതിഷേധ സംഗമം തടയാനുള്ള പോലീസിന്റെ നീക്കത്തിനെതിരെ ഒരു ബലപ്രയോഗത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രതിഷേധത്തിൽ ഒരു സംഘർഷ സാഹചര്യം രൂപപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. YS അഭിനന്ദ് തുടരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിനന്ദ്, പറയൂ. പോലീസ് ബാരിക്കേഡ് ഉയർത്തി IG ഓഫീസിന് മുന്നിൽ പ്രതിരോധം തീർത്തിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ ഉന്തും തള്ളുമായി അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസുമായുള്ള ഒരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ. അഭിനന്ദ്, എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പോലീസ് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഇപ്പോൾ IG ഓഫീസിന് മുന്നിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അത്തരത്തിലേക്ക് എന്നിട്ടും പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ വലിയ രീതിയിലുള്ള അസഭ്യവർഷം പോലീസിനോട് നടത്തുന്നുമുണ്ട്. എന്തായാലും ഇവരിൽ നിന്ന് പിരിഞ്ഞു പോകുകയില്ല. ഇത് ഉള്ളിലേക്ക് കയറുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ കൂടുതൽ പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകരടക്കം എത്തി പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ മറ്റു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായാലും കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ SP നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ കടന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ് ഇപ്പോൾ ഷാഫി ചികിത്സയിലാണ്. അതിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ UDFന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നത്. പ്രവർത്തകർ IG ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകർ ഒരു വാക്കേറ്റത്തിലേക്ക് കടക്കുന്നതിന്റെ
ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം അവിടെ രൂപപ്പെടുന്നു. ഇപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നേതാക്കൾ നടത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. YS അഭിനന്ദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിനന്ദ്, ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറിയേക്കാവുന്ന ഒരു പ്രതിഷേധം അതിപ്പോൾ സമാധാനത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കി തിരികെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഭിനന്ദ്, ഒരു സംഘർഷ സാഹചര്യം ഒഴിവായി എന്ന് പറയാറായോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷം ഈ പ്രതിഷേധ സംഗമം കഴിയുന്നതുവരെ അതിൽ പങ്കെടുക്കണമെന്ന പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും അവിടെ നേതാക്കൾ കൂടുതൽ ഇവിടെ എത്തി നേതാക്കൾ ഇവിടെ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷം മറ്റ് പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ നേതാക്കൾ നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവർത്തകരെ പ്രതിഷേധ സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ വിളിക്കുകയാണ്. നേരത്തെ തന്നെ പരിപാടി നടക്കുന്നതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലേക്ക് IG ഓഫീസിന് മുന്നിലെ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിലേക്ക് പ്രവർത്തകർ കടന്നത്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ച് പ്രതിഷേധ സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ MLA ആയിട്ടുള്ള അനിലക്കര അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതിഷേധം നടക്കണം. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ എത്തി. അവിടെ ഇപ്പോൾ IG ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ പ്രതിഷേധ സംഗമം നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകരെ കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ IG ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് നേരിയ സംഘർഷ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. K പ്രവീൺകുമാർ DCC പ്രസിഡന്റ് എത്തി ഇപ്പോൾ അനുനയിപ്പിച്ച് പ്രവർത്തകരെ പ്രതിഷേധ സംഗമം നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ IG ഓഫീസിന് മുന്നിൽ ഒരു സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. അതിപ്പോൾ ഏതാണ്ട് നിർവീര്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. YS അഭിനന്ദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രതിഷേധ പരിപാടികളാണ് നമ്മൾ കണ്ടത്. നേരത്തെ എറണാകുളത്ത് കരിയോയിൽ ദേഹത്തെ പുരട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം കണ്ടു. ഇപ്പോൾ കോഴിക്കോട് പ്രതിഷേധ സംഗമം നടക്കുന്നു. IG ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടു. വിവിധ ഇടങ്ങളിൽ നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ അടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.